ഞങ്ങൾക്ക് ഏകദേശം 12 അടി വഴിയുണ്ട്. ഈ 12 അടി വഴിയിൽ ഞങ്ങൾക്ക് റെയിൽവേ ട്രാക്ക് പോലെ ഒരു ബൈക്കിന്റെ ടയർ പോകാൻ മാത്രം ഞങ്ങൾക്കും തൊട്ടപ്പുറത്തുള്ള വീട്ടുകാർക്കും കൂടി അനുവദിച്ച് തന്നിരിക്കുക, തൊട്ടപ്പുറത്തെ വീട്ടുകാർ. എന്നാലേ നമുക്ക് ക്രെഡിറ്റ് തരില്ല. നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. പറഞ്ഞു തന്നിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഗൈസ്, ആക്ച്വലി ഞാനാട്ടോ ലാസ്റ്റ് 6 ഉപ്പ് നോക്കിയത് ഞാനല്ലേ, ഞാനല്ലേ ഉണ്ടാക്കിയത്. മാറ്റണോ? ഹായ് ഗൈസ് പറ. ഹായ് ഗൈസ്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഇന്ന് കുട്ടി അമ്മയുടെ വീട്ടിലാണ്, അറിയാലോ. അപ്പോൾ അവിടെ അവൾ ഭയങ്കര ജോളിയാണ്. ഇന്നലെ ഞാൻ ടീം ട്രീറ്റൊക്കെ പോയി വന്ന് ഭയങ്കര സങ്കടത്തിലായിരുന്നു. അവിടെ പോയാലും അവൾ അത്ര കഴിക്കില്ല, ബട്ട് സ്റ്റിൽ ബിരിയാണി ഞാൻ കഴിക്കുമായിരുന്നു. അപ്പോഴാണ് അമ്മ പറഞ്ഞ് അവർ പുറത്ത് പോയി അവർ ബിരിയാണി കുട്ടി കഴിച്ചു എന്നൊക്കെ. അപ്പോൾ കുറച്ച് സാറ്റിസ്ഫൈ ആയി. അങ്ങനെയായിരുന്നു. ഇപ്പം ഞാൻ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും. കുറേ ദിവസം സ്കൂൾ പൂട്ടിയിട്ടുണ്ട്. കുറേ ദിവസമായി വാവയ്ക്കല്ലേ. അമ്മൂന് ഇതുവരെ സ്കൂൾ പൂട്ടിയിട്ടില്ല, പാവം ഫീലിംഗ്. ഈ മന്ത് എൻഡ് വരെ പോകണം. ഞങ്ങൾക്ക് ഏകദേശം 12 അടി വഴിയുണ്ട്. ഈ 12 അടി വഴിയിൽ ഞങ്ങൾക്ക് റെയിൽവേ ട്രാക്ക് പോലെ ഒരു ബൈക്കിന്റെ ടയർ പോകാൻ മാത്രം ഞങ്ങൾക്കും തൊട്ടപ്പുറത്തുള്ള വീട്ടുകാർക്കും കൂടി അനുവദിച്ച് തന്നിരിക്കുക, തൊട്ടപ്പുറത്തെ വീട്ടുകാർ. കല്ലിട്ട് അടച്ചു വെച്ചിരിക്കുക. ദാനം ചെയ്യുന്ന പോലെയാണ്. ഞങ്ങൾ എത്ര ഉള്ള ആ ചുറ്റുവട്ടം മൊത്തം കല്ലും വെച്ച് കവർ ചെയ്യാണ്, അവരുടെ ആ കോമ്പൗണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ. പിന്നെ ദാനം കൊടുക്കുന്ന പോലെ ഈ ഇടവഴിയിൽ നിങ്ങൾ പോയാൽ മതി. അത് റിസ്ക് ആണ്. എത്ര വട്ടം അപ്പുറത്ത് വരുമ്പോൾ സ്ലിപ്പ് ആവുന്നുണ്ട് അറിയോ, ഭയങ്കര പേടിയായിട്ടുണ്ട്. എന്നാലും അങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളും ഞങ്ങളുടെ അടുത്ത വീട്ടിലത്തെ ആൾക്കാരും വന്നിരുന്നു. അവരും ഇതേ കംപ്ലൈൻറ്റാണ് പറയും, നമുക്ക് പോയി സംസാരിക്കാൻ. പക്ഷെ സംസാരിച്ച ചെയ്യുന്ന കൂട്ടത്തിലല്ല, ഒരു എന്താ പറയാ, ഒരു മാറി അറഗന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത് അറിയാം. ഇത് മിക്കവാറും പോലീസ് സ്റ്റേഷൻ കേസായിട്ട് പോകേണ്ടി വരുന്നതാണ് തോന്നുന്നത്. കാരണം നോർമൽ സ്റ്റേജിൽ ഇവരുടെ അടുത്ത് വർത്താനം പറഞ്ഞാൽ ഇവർ കേൾക്കൂല. ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് അവർ ഭയങ്കര വഴക്കിന് വരുന്നൊരു ടീമാണ്. ഒച്ചപ്പാട് ഉണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക, കുറച്ച് കൾച്ചർ എഡ്യൂക്കേഷൻ ഇതൊക്കെ കുറച്ച് പിന്നിലുള്ള ആൾക്കാരാണ്. അപ്പൊ പിന്നെ അവരുടെ അടുത്ത് നമുക്ക് തർക്കിച്ചിട്ടോ വാദിച്ചിട്ടോ നിൽക്കാൻ പറ്റില്ല. ന്യായം നോക്കുന്നില്ല, അവർ വായ തോന്നിയിരുന്നത് വിളിച്ചു പറയും. ഒച്ചപ്പാട് വേളുണ്ടാക്കി, അത് അങ്ങനത്തെ ടൈപ്പ്. അത് മാത്രമല്ല, അത് നമ്മളെ പറ്റി വേണ്ടാത്തത് വേറെ ഒരാൾക്കാരടുത്ത് പറയും. ഒരാളടുത്ത് പിണക്കാണെങ്കിൽ അവരെ പറ്റി ഇല്ലാതും പൊല്ലാതൊക്കെ പറഞ്ഞ് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെടുത്ത് ഉണ്ടാക്കും. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. ആൾക്കാരെ നമുക്ക് വെറുപ്പിക്കാനും പറ്റില്ല. വെറുപ്പിച്ചു കഴിഞ്ഞാലും പ്രശ്നമാണ്. കാരണം നൈബേഴ്സാണ്. ഇതുവരെ തമിഴ്നാട്ടിൽ വന്നിട്ട് ഒരാളെയും വെറുപ്പിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അത് വെറുപ്പിക്കേണ്ടി വരുന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് തോന്നണത്. താടി എന്ന് പഠിക്കണം, വെള്ള താടി വരുന്നു. ആ, താടിന്റെ മുകളിലാണ് നരക്കണത്. മുടിയാണെങ്കിൽ പിന്നെയുണ്ട്, പറയാമെന്ന് വയ്ക്കാം. ഇത് താടി പോയി നരച്ച എങ്ങനെ കൊണ്ടിട്ട് ബ്ലാക്ക് അടിക്കാനോ ഡൈ അടിക്കാനോ? അതിലും ഭേദം മൊത്തം ഷേവ് ചെയ്ത് കളയുക. എന്തായാലും ഇപ്പോൾ 30കളിലാണ് പ്രായം, 40ഒക്കെ കഴിയട്ടെ. എന്നതിന് ശേഷം നമുക്ക് നരച്ച താടി വെച്ച് നടക്കാം. വർക്കിലാണ് ഗൈസ്, വർക്കിലാണ്. ഈ പിന്നത്തെ ഡെസ്ക് ടോപ്പ് മോണിറ്റർ കംപ്ലൈൻ്റ് ആയ ഒരൊറ്റ കാരണം കൊണ്ട് ഈ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണെങ്കിലോ ഭൂലോക സ്ലോ എന്ന് പറഞ്ഞാണ്ടല്ലോ, ഒന്ന് ഞെക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു ഒന്ന് ഉറങ്ങിയിട്ട് വരാം. 1:30 നമ്മൾ ദോശ പ്രിപ്പറേഷനാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഏത് നേരത്തും ഈ ദോശ തന്നെയാണല്ലോ, ഒരു മാറ്റമില്ലല്ലോ ലഞ്ചിന്, എന്തൊക്കെ ചെയ്യാം. കാലങ്ങളായിട്ട് ഇപ്പോൾ ഇതാണ് കഴിക്കുന്നത്. ഇതിനകത്തൊരു മാറ്റമേ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ തോന്നിയിട്ടുമില്ല. കാരണം റൈസ് ഞാൻ പരമാവധി ഒഴിവാക്കാറുള്ളൊരു കാര്യമാണ്. ഈ കാർബോഹൈഡ്രേറ്റ് ഓവറായിട്ട് അടിച്ച് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ സ്പൈക്ക് ചെയ്യും, പ്രശ്നമാവും, ഡയബറ്റിക്, ഒരുപാട് മരുന്നുകൾ കഴിക്കേണ്ടി വരും. ആ ഒരൊറ്റ കാരണം കൊണ്ട് കുറേ കാലമായിട്ട് കാർബോഹൈഡ്രേറ്റ് നിർത്തിയ സാധനമാണ്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ലഞ്ച് എന്ന് പറയുകയാണെങ്കിൽ മോസ്റ്റ്ലി ഞാൻ മാത്രമേ ഉള്ളൂ വെച്ചാൽ ഇത് തന്നെ ആയിരിക്കും ഇവിടുത്തെ ലഞ്ചായിട്ട് എനിക്ക് കാണിച്ചു തരാനുണ്ടാവുക. നിങ്ങൾക്ക് കണ്ട് 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 ബോറടിച്ചിട്ടുണ്ടായിരിക്കും. ലഞ്ച് റെഡിയായി. 2 ദോശ, ഒരു ചെറിയ പഴം. അമ്മ പിന്നെ ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ കഴിക്കാനുണ്ടാവാറുള്ളതാണ്. ഇതുകൊണ്ട് ആ ഒരു ബ്ലൂ വീട്ടിലേക്ക് പോയിരിക്കുക. അപ്പോൾ അതാ നേരെ വൈഫിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണ്. ഇപ്പോൾ ഏകദേശം 4 മണിയായി. 4:30ക്കാണ് അമ്മൂൻ്റെ സ്കൂൾ വിടുക. പിന്നെ 5 മണിയാവുന്ന സമയത്തേക്ക് ഒരു കസ്റ്റമർ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നിട്ട് വർക്ക് തരും. അപ്പോൾ വർക്ക് തരാൻ പെൻഡ്രൈവിൽ എന്തൊക്കെയോ കുറേ ഫയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങണം. അപ്പോൾ അതിന് കറക്റ്റ് 5 മണിയാകുമ്പോഴേക്ക് വരും. ആ സമയമാകുമ്പോഴേക്ക് നമ്മൾ രണ്ടാളും ഇവിടെ ഉണ്ടായിരിക്കണം. 4:30ക്ക് അമ്മൂൻ്റെ സ്കൂൾ വിടും. ഹാഫ് ആൻ അവറിൽ വരാമെന്ന് കരുതുന്നു. കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്, കുറച്ച് പച്ചക്കറി വാങ്ങാണ്ട്, പെട്രോൾ അടിക്കാണ്ട്, എപ്പോഴെങ്കിലും അത് ചെയ്യണം. നടുവിൽ കുറച്ച് സ്പീഡിൽ.
5:30 ആയപ്പോഴേക്ക് അമ്മൂനെ കൊണ്ട് വീട്ടിലെത്തി. ഇതുവരെ നമ്മുടെ ക്ലയന്റ് വന്നിട്ടില്ല. 5 മണിക്ക് വരുന്നു പറഞ്ഞ ആളാ. എപ്പോഴാ വരാൻ പോണെന്നാവോ? അങ്ങനെ വരുന്ന എഴുതിയിട്ട് ഞങ്ങൾ പച്ചക്കറിയൊക്കെ വളരെ കുറച്ചേ വാങ്ങുള്ളൂ, വളരെ സടുപ്പിടുന്ന് പറഞ്ഞിട്ട് പെട്രോളൊക്കെ അടിച്ച് വീട്ടിലെത്തി. ആളെത്തിയിട്ടുണ്ടാവുന്ന കരുതിയ, എന്തോ എത്തിയിട്ടില്ല. എന്നാൽ പിന്നെ സമാധാനമായിട്ട് പതുക്കെ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോന്നാൽ മതിയായിരുന്നു. വളരെ ചെറിയ അത്യാവശ്യത്തിനുള്ള പച്ചക്കറി മാത്രം വാങ്ങിയിട്ട് കൊണ്ടുവന്നു. ഇതിലോട്ട് അയച്ചത് ഈ നമ്പറിൽ അയച്ചത്. കസ്റ്റമർ വന്ന് തിരിച്ചു പോയപ്പോഴേക്ക് 7 മണിയായി. ഇനി നമ്മുടെ ഡിന്നർ പരിപാടിയൊക്കെ തുടങ്ങട്ടെ. ഏൻ മസാല എപ്പിടി, ചമ്മന്തി എപ്പിടി? നന്നായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇൻസ്പിറേഷൻ ഞാൻ പറഞ്ഞത് ഉണ്ടാക്കി. നെക്സ്റ്റ് ടൈം നന്ദന ഉണ്ടാക്കണം. ഓക്കെ, എന്നാലേ നമുക്ക് ക്രെഡിറ്റ് തരില്ല. നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. പറഞ്ഞു എന്നിട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ഗൈസ്, ആക്ച്വലി ഞാനാട്ടോ ലാസ്റ്റ് 6 ഉപ്പ് നോക്കിയത് ഞാനില്ലേ. അപ്പൊ ഞാനല്ലേ ഉണ്ടാക്കിയത്. ലാസ്റ്റ് ഉപ്പ് നോക്കിയ ആളാണോ അരച്ച ആളൊക്കെ ആണോ ടേസ്റ്റ് ഉണ്ടാവുക? അതുവരെ നമ്മളിങ്ങനെ മസാല ഒക്കെ ഇട്ടിട്ട് വാട്ടിയ ആൾക്കാണോ? മൊത്തം ഗൈഡൻസ് ഞാനാണ്. എന്റെ പാർട്ടുണ്ട്, ഏട്ടന്റെ പാർട്ടുണ്ട്. അത് അതേപോലെ ഉണ്ടാക്കി. ഇയാളെ പാർട്ട് കണ്ടല്ലോ, ഇതാണ് ഇപ്പൊ ഇയാളെ പാർട്ട്. ഇടുന്ന് കഴിച്ചോണ്ടിരിക്കുക. നമ്മൾ സുണ്ടല് കഴിക്കാൻ പോണ സ്ഥലം ഓർമ്മ ഉണ്ടോ? മറ്റേ അമ്മൂസിന്റെ നേരെ, അമ്മൂസല്ല പൊന്നൂസിന്റെ അപ്പുറത്ത്. അവിടുന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിജിറ്റൽ ഹബ്ബ് പോലെ വലിയൊരു കട ഉണ്ട്. കട എന്ന് പറയാൻ പറ്റില്ല, ഒരു മാള് പോലെ. ഒരു 3 ഫ്ലോറില് എന്താ പറയാ, TV, കമ്പ്യൂട്ടർ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നൊക്കെ പറയുന്ന പോലെ പല അവിടുന്നാണോ ഈ എന്തോ കമ്പ്യൂട്ടർ എന്തോ വില ചോദിച്ചിട്ട് വില എന്തോ ചോദിച്ചു പോന്നിരുന്നു പണ്ട്. വേറെ എന്തിനോ പോയതാ, വാഷിംഗ് മെഷീനോ സംതിങ് കളിച്ച്, എനിക്ക് ഓർമ്മയില്ല. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ ചീപ്പായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഒരു 27 ഇഞ്ച് 32 ഇഞ്ച് കുറച്ച് വലിയ സൈസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ സൈസ് അല്ല, ഈ സൈസ് എന്ന് പറയുന്നത് 21.5 ഇഞ്ചാണ്. അത് വളരെ ചെറുതായിട്ടല്ലേ ഇയാൾക്ക് തോന്നുന്നത്? ഇയാൾ അയക്കും നോക്കണ്ടേ? ഞാൻ ആ സിസ്റ്റം കണ്ടിട്ട് എനിക്കത് യൂസ് ടു ആയി. മറ്റേത് അതിനെക്കാട്ടും കുറച്ചുകൂടി സൈസ് കൂടും. വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ വലുതായിട്ട് കാണാൻ പറ്റും. എന്തായാലും വില ആണെങ്കിൽ ബുക്ക് ചെയ്ത് വെക്കണമെങ്കിൽ ബുക്ക് ചെയ്ത് വെക്കാം. ഓർഡർ ചെയ്യണമെങ്കിൽ അവർ ഓർഡർ ചെയ്ത് വരികയാണെങ്കിൽ എടുക്കാമല്ലോ. എൻക്വയറി ആണ്. മാറ്റണോ? ഹായ് ഗൈസ് പറ. ഹായ് ഗൈസ്. വാവ എന്ത് ചെയ്യില്ലേ? വാവ വീഡിയോ എന്ത് ചെയ്യേ? അതേപോലെ അടിച്ചു.